കാര്യം കുഞ്ഞി കുഞ്ഞി കാര്യങ്ങൾ കുഞ്ഞി കുഞ്ഞി അറിവുകൾ ഒരറിവും ചെറുതല്ല. സ്മാർട്ട് സിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിറ്റു, ഞാൻ ടിറ്റു. കുറച്ച് അറിവും കുറച്ച് തമാശകളും കുറച്ച് എന്റർടൈൻമെന്റും കുക്കിങ്ങും എല്ലാം കൂടി ചേർത്തെടുക്കിയ ഒരു ചാനലാണ് ഞങ്ങൾ ഈ സ്മാർട്ട് സിസ്. ചേച്ചി, നമ്മൾ ഇന്ന് എന്ത് കാര്യമാ പറയാൻ പോകുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ പഠിക്കുമ്പോൾ കേട്ടാണ് ഈ സോളാർ എനർജിയെ കുറിച്ച്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സൗരോർജ്ജത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന രീതി മനുഷ്യൻ വികസിപ്പിച്ചു കഴിഞ്ഞു. സൗരോർജ്ജം ആഗിരണം ചെയ്ത് ഇതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതിന് ഫോട്ടോവോൾട്ടിക് പ്രതിഭാസം അഥവാ ഫോട്ടോവോൾട്ടിക് ഇഫക്റ്റ് എന്നും അറിയപ്പെടുന്നു. ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ എഡ്വിൻ പിക്വീറൽ 1839 ഈ പ്രതിഭാസം കണ്ടെത്തിയത്. 2 ഇലക്ട്രോഡുകൾ ഒരു ഇലക്ട്രോലൈറ്റിൽ പിടിപ്പിച്ച് സൂര്യപ്രകാശം അതിലൂടെ കടത്തിവിട്ടപ്പോൾ വൈദ്യുതി പ്രവാഹം ഉണ്ടായി എന്നതാണ് കണ്ടുപിടുത്തൽ. സെലീനിയം ഉപയോഗിച്ചുള്ള സൗരോർജ്ജ സെല്ലുകൾ 1893 കണ്ടെത്തിയത്. ആൽബർട്ട് ഐൻസ്റ്റീൻ 1905 ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംബന്ധിച്ച് ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചതോടെയാണ് സൗരോർജ്ജത്തിന് സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയത്. പ്രത്യേക സെല്ലുകളാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നത്. സിലിക്കൺ സൗരോർജ്ജ സെല്ലുകൾ 2 തരമുണ്ട് കേട്ടോ. അമോർഫസ് സിലിക്കൺ സെല്ലുകളും ക്രിസ്റ്റലൈൻ സിലിക്കൺ സെല്ലുകളുമാണ് അവ. കാൽക്കുലേറ്റർ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയിലൊക്കെ കണ്ടുവരുന്നത് അമോർഫസ് സിലിക്കൺ സെല്ലുകളാണ്. സൗരോർജ്ജ പാനലുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് ക്രിസ്റ്റലൈൻ സിലിക്കൺ സെല്ലുകളാണ്. ഇവ പി-എൻ ജംഗ്ഷൻ ഡയോഡായി വർത്തിക്കുന്നു. സൂര്യപ്രകാശം വീഴുമ്പോൾ ഫോട്ടോണുകൾ പുറത്തേക്ക് വിട്ട് പ്രകാശം പരത്തുന്നു. സൂര്യൻ തരുന്ന വൈദ്യുതിയായ ഫോട്ടോവോൾട്ടിക് കറന്റ് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ശാഖയുടെ നേട്ടങ്ങളിൽ ഒന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സോളാർ എനർജിയെ പറ്റി എല്ലാം മനസ്സിലായിട്ടുണ്ടാവല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അഭിപ്രായവും ഈ സോളാർ എനർജിയെ കുറിച്ച് മറ്റെന്തെങ്കിലും അറിയണമെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാലോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇനിയും നല്ല വ്യത്യസ്തതയായ അറിവുകളുമായി നിങ്ങൾ വീണ്ടും വരാം. Till then, bye bye. Photovoltaic current സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ശാഖയുടെ നേട്ടങ്ങളിൽ ഒന്നാണ്. എന്താണ് പറഞ്ഞിട്ട് സെമി വൈദ്യുത ഫോട്ടോവോൾട്ടൈക് കറന്റ് സെമി വൈദ്യുത അങ്ങനെ പറയുമ്പോ എനിക്ക് തെറ്റുപോകുന്നു. പി-എൻ ജംഗ്ഷനായി ജംഗ്ഷനായിരുന്നു. ഇസ്ലാം വിശ്വാസികൾക്ക് ആത്മീയ ആനന്ദവും ആഹ്ലാദവും പുണ്യപൂക്കാലവുമായി റംസാൻ എത്തിയിരിക്കുകയാണ്. ചേച്ചി, ഈ റംസാന്റെ പ്രത്യേകത എന്നാ?